മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സമസ്ത നേതാക്കൾ. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ PMA സലാം അപമാനിച്ചതിലാണ് നേതാക്കളുടെ സംയുക്ത പ്രസ്താവന. ജിഫ്രി തങ്ങളെ ഒട്ടും മാന്യതയില്ലാത്ത ശൈലിയിലാണ് PMA സലാം ആക്ഷേപിച്ചതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, നേരത്തെ തന്നെ ലീഗും സമസ്തയിലെ ഒരു പ്രമുഖ വിഭാഗവുമായി തർക്കമുണ്ടായിരുന്നു. ഈ സാദുക്കലി തങ്ങളുടെ കാലി പദവികളെയൊക്കെ കുറിച്ചുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അതിൽ ലീഗ് അസ്വസ്ഥമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് PMA സലാമിൻ്റെ അധിക്ഷേപ പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത്. പാലക്കാട്ടെ കേവലമായൊരു വിജയത്തിൻ്റെ പേരിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള പ്രമുഖ പണ്ഡിതർ എന്താണ് ഇതേ സംബന്ധിച്ചുള്ള പ്രതികരണത്തിൽ പറയുന്നത്? അജിംഷാദ്, ഈ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം ഏറെ നാളുകളായി നിലനിൽക്കുകയാണ്. അതിൽ പ്രധാനമായി സമസ്തയിലെ നേതാക്കൾക്കെതിരെ പലപ്പോഴായി വിമർശനം ഉന്നയിക്കുന്നത് PMA സലാമിനെ പോലെ ഈ ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വിവാദമായിരുന്നു. അതിലുള്ള രോഷം തന്നെയാണ് ഈ സമസ്ത പോഷക സംഘടനാ നേതാക്കൾ സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതായത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ചെയ്തത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തികളുടെ ആശീർവാദം തേടി വരുന്നു എന്നത് സ്വാഭാവിക നടപടി മാത്രമാണ്, പതിവ് രീതിയാണ്. വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്നതും മര്യാദയുമാണ്. ഇതിന്റെ പേരിൽ മുസ്ലിങ്ങളിലെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥ എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത ശൈലിയിലാണ് സലാം അധിക്ഷേപിച്ചത് എന്നതാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. സലഫി ആശയക്കാരായ സലാം ഉൾപ്പെടെ ചിലർ നിരന്തരമായി സുന്നി വിശ്വാസങ്ങളെയും സമസ്തയെയും ആക്ഷേപിക്കുന്ന പ്രവണത കണ്ടുവരുന്നു എന്നും പറയുന്നു. അത് പ്രത്യേകമായി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അത് ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടമാക്കാൻ ലീഗ് വേദി ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്നതും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രമുഖ നേതാക്കൾ, സമസ്തയുടെ പോഷക സംഘടന പ്രമുഖ നേതാക്കളൊക്കെ തന്നെയും ഒപ്പുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഒരിക്കലും ഈ സംസ്ഥയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന നേതാവിനെ കുറിച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന PMA സലാം നടത്തിയത് ശരിയായില്ല എന്നുകൂടി ഈ പ്രസ്താവനയിൽ പറയുന്നു. ഏതായാലും അടുത്ത കാലത്ത് ലീഗിന് വന്നിരിക്കുന്ന മാറ്റം സമസ്തയെ അധിക്ഷേപിക്കുന്ന, സമസ്തയിലെ ചില നേതാക്കളെ അധിക്ഷേപിക്കുന്ന നിലപാടിലേക്ക് ലീഗ് നീങ്ങുന്നു, ലീഗിലെ ചില നേതാക്കൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ശരി മേഘ, മേഘ മാധവനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.